അതെ, ഞാനിന്ന് ഫുഡ് ബ്ലോഗുമായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ്. വേറെ എവിടെയല്ല, ലുലുവില്. രാവിലെ ഉണർന്നപ്പോൾ സൺഡേ ആയിരുന്നു ഇന്ന്. രാവിലെ ഉണർന്നപ്പോൾ ഓർത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല, വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഒന്ന് ലുലുവിൽ പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ പിള്ളേരെ പിടിച്ച് കുത്തിപ്പൊക്കേണ്ട ആവശ്യം വന്നില്ല. പൊതുവെ രാവിലെ എണീച്ചിട്ട് പറഞ്ഞ് നമുക്ക് ലുലുവിൽ പോകാന്ന് പറഞ്ഞപ്പോൾ അവര് ഓടിച്ചാടി എണീച്ച്. അങ്ങനെയല്ല, ഞാൻ രാവിലെ ലേറ്റ് ആയിട്ട് ഇറങ്ങേക്കാന്നും വിചാരിച്ച് നല്ല പ്ലാനിങ്ങിൽ കിടന്നു. ഇന്നലെ നേരത്തെ കിടക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ കുറച്ചും കൂടെ താമസിച്ച് എഴുന്നേക്കാം, ഇനിയിപ്പോ ഉറക്കമൊന്നും പറ്റിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാൻ പറ്റില്ല, അവർക്ക് എപ്പോഴും ഉറക്കമേ ഉള്ളു. ഒരാള് വന്നിട്ട് എഴുന്നേക്ക് ബാബാ ലുലുവിൽ പോ. ഞാൻ ഓർത്ത് ചുമ്മാ തമാശയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ചു നേരം ഞാൻ വീണ്ടും കിടന്ന്. അപ്പൊ സീരിയസ് ആയിട്ടാണെന്ന് പറഞ്ഞു. അല്ല, എപ്പോഴും ഉറക്കം. ഇത് 8:30 സ്കൂളിൽ പോകണമെങ്കിലും ഒരു 7:30-7:45 ആകുമ്പോഴേ എണീക്കത്തുള്ളൂ. ഇങ്ങനെയും കിടക്കുന്നു, ഉച്ചക്കും കിടക്കും, ക്ലാസ്സില്ലെങ്കിൽ വന്ന് ഉച്ചക്കും കിടക്കും, രാവിലെ എണീക്കത്തില്ല. എനിക്കാണെങ്കിൽ രാവിലെ ആണെങ്കിൽ ഈ പെൺകുട്ടികൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നേ ഉണ്ടല്ലോ, അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ക്യാമറ മറിഞ്ഞു വീണ് കേട്ടോ. ഈ നമ്മുടെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുവല്ലേ, അത് കാരണം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോഴത്തേക്ക് ക്യാമറ ഇങ്ങോട്ട് താഴോട്ട് മറിഞ്ഞു വീണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രാവിലെ ലുലുവിൽ പോവാണ്. പക്ഷെ എനിക്കിന്ന് അങ്ങനെ ഇവർക്ക് എപ്പോഴും പോകുന്ന ഇഷ്ടമാണ്. ഇവർക്കൊന്നും മേടിക്കണ്ട, എനിക്ക് വലിയ ചെലവൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരെയും കൊണ്ട് പോകുവാണെങ്കിൽ പെട്രോളിന്റെ ചെലവ് മാത്രമേ വരുന്നുള്ളൂ. ഫുഡിന്റെ വരും കേട്ടോ, കഴിക്കാൻ അവർക്ക്. എന്റെ മോളെ സംബന്ധിച്ചുള്ള അവൾക്ക് ഇച്ചിരി വിശപ്പിന്റെ അസുഖമുള്ളതാ. അവൾക്ക് എപ്പോഴും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ, ഫുഡ് എപ്പോഴും നല്ല, അവൾക്ക് വിശക്കുമ്പോ അത് ഒരുപാട് കഴിക്കത്തില്ല. ഫുഡ് കഴിക്കണം. അവളെ മുഖം കൂടെ ഇങ്ങനെ വാടി വരും. അത് പോയിട്ട് എന്റെ മോന് വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, ഒന്നുമില്ല. ഒരു മൊബൈല് കൊടുത്താൽ മതി. അവന് മൊബൈൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, പക്ഷെ അവന് ക്യാമറ വരാൻ അവന് മടിയാണ്. പക്ഷെ അവന് മൊബൈൽ കൊടുത്താൽ മതി, അവനങ്ങ് മൊബൈലിൽ അങ്ങ് ഇരുന്നോളൂ. അതുമല്ല, എനിക്ക് ഇവരെ ഒരു പ്ലസ് പോയിന്റ് എൻ്റെ പിള്ളേരെ കൊണ്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ, ഇവരെയും കൊണ്ട് പോയി ഇവർ ഒരു വക വേണമെന്ന് പറയത്തില്ല. പിന്നെ ഇവളിപ്പൊ ഇച്ചിരി പറയാൻ തുടങ്ങി. അവള് കൂടുതലും മേക്കപ്പിന്റെ സാധനങ്ങളാ, ക്രീമ, അങ്ങനെ സാധനങ്ങളൊക്കെ പറയാൻ തുടങ്ങി. മുമ്പ് അങ്ങനെ ഒരു വക പറയത്തില്ല. അതുകൊണ്ട് എനിക്ക് പോകുമ്പോൾ 2000 രൂപ ഉണ്ടെങ്കിലും ലുലുവിൽ പോയിട്ട് വരാൻ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ ലുലു മോളെത്തി. സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്.